ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂലൈ 20 മുതൽ 26 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിഹാര നിർദ്ദേശങ്ങൾക്കാണ് ഏറെ പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. കാരണം ഇത് ഭാരതീയ ജ്യോതിഷമാണ്, വെസ്റ്റേൺ അസ്ട്രോളജി അല്ല. വെസ്റ്റേൺ അസ്ട്രോളജിയിൽ ഗ്രഹങ്ങളായിട്ട്, അത് പ്ലാനറ്റ്സ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമ്മളെല്ലാത്തിനെയും പേഴ്സോണിഫൈ ചെയ്യും. ഗ്രഹങ്ങളെ നമ്മൾ ഗ്രഹദേവതമാരായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഹിമാലയ മൗണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹിമവാനായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഗംഗാ നദിയെ നമ്മൾ ഗംഗാദേവിയായിട്ടാണ് കാണുന്നത്. സരസ്വതി ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാനും പേഴ്സോണിഫൈ ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ, പരിഹാരങ്ങൾ നടത്തുക. ദോഷങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് മാത്രമല്ല, ശുഭഫലങ്ങൾ തടസ്സമില്ലാതെ തന്നെ വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നതും പൊതുവെയുള്ള വിശ്വാസവും. അതിനാണ് നമ്മൾ ജ്യോതിഷ പ്രോഗ്രാം കാണുന്നതും. നമ്മൾ ജ്യോത്സ്യന്മാരെ അപ്രോച്ച് ചെയ്യുന്നതും അതിന് തന്നെയാണ്. ഇപ്പോൾ എന്താണ് വിധി, ആ വിധി അലംഘനീയമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി അവോയ്ഡഡ് ഓർ ഇറ്റ് കനോട്ട് ബി റെഡ്യൂസ്ഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണേണ്ട കാര്യമില്ല ജ്യോത്സ്യന്. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു റിഡക്ഷനോ അല്ലെങ്കിൽ ഒന്ന് കുറവ് ചെയ്യാനോ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാനോ കഴിയും. എങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടിനെ കണ്ടിട്ട് കാര്യമുള്ളൂ. ഈ ഭാരതീയ ജ്യോതിഷവും അങ്ങനെ തന്നെയാണ്. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഒക്കെ നൽകുന്ന ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതിന് ചില തടസ്സങ്ങളൊക്കെ വരാം. അത് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ പറയും. അതുപോലെ അനുകൂലമല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടത്തിൽ പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൺട്രോൾഡായിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അല്പം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുവാൻ അതുകൊണ്ട് കഴിയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചാരവശാൽ ഫലങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ ചാരവശാലുള്ള ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻസ് ഇൻ റിലേഷൻ ടു യുവർ നേറ്റൽ ചാർട്ട്, അല്ലെങ്കിൽ അടിസ്ഥാന ജാതകത്തിൻ്റെ പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ പൊസിഷൻ അനുസരിച്ച് ഇപ്പോഴുള്ള ഗ്രഹങ്ങൾ എങ്ങനെയാണോ, എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഫലമാണ് പറയുന്നത്. എന്നാൽ അടിസ്ഥാന ജാതകം, ബേസിക് ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം. ഒരു സംശയമൊന്നും തന്നെ വേണ്ട. ഭാഗ്യമുള്ളവർക്ക് ഭാഗ്യസമയം വരുമ്പോൾ കൂടുതൽ ഭാഗ്യം വരും. ഭാഗ്യം കുറഞ്ഞവർക്ക്, ഭാഗ്യമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മളൊരു മനോനിയന്ത്രണവും ആ മനോനിയന്ത്രണത്തിലൂടെ ഒരു സമാധാനവും വരും, സന്തോഷവും വരും എന്നുള്ളതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാനും പെർഫോം ചെയ്യുവാനും കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരതയെ ഉണർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഭാരതീയമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളൊക്കെ തന്നെയും അങ്ങനെയാണ്. നമ്മളൊരു അടിസ്ഥാന ലെവൽ, ഒരു ബേസിക് ലെവലിൽ മാത്രമാണ് നമുക്ക് ഈ രൂപധ്യാനം അല്ലെങ്കിൽ രൂപത്തെ നമ്മൾ ആരാധിക്കുക എന്നൊക്കെയുള്ള. നമ്മൾ ശബരിമലയിൽ ഇത്രയും ദിവസം വ്രതമെടുത്ത് നമ്മൾ ചെല്ലുമ്പോഴും അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? തത്വമസി, യു ആർ ദാറ്റ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഭാരതീയ ജ്യോതിഷവും ഭാരതീയ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള ഈശ്വരതയെ ഉണർത്തുക, ഈശ്വരീയത മനസ്സിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതിൽ നമ്മൾ മനസ്സുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. ജീവിത വിജയം തീർച്ചയായിട്ടും സാധ്യമാണ്. രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വളരെയധികം യാത്രകളും അലച്ചിലും ഒക്കെ വരാം. അല്പം അധിക പണച്ചെലവ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ കൊണ്ടും മനസ്സിന് സമാധാനക്കുറവും അല്പം ഒരു സന്തോഷക്കുറവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മുടക്കം വരാനുള്ള സാധ്യത ഏറെയാണ്. ഏഴശനിയുടെ തുടക്കകാലത്ത് പലപ്പോഴും അങ്ങനെയാണ്. പെട്ടെന്ന് അവിചാരിതമായിട്ട് ചെറിയ ചെറിയ ഹെൽത്ത് പ്രോബ്ലംസോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന കാര്യം അങ്ങോട്ട് ചെയ്യാൻ ആയിട്ട് സമയം കിട്ടാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളൊക്കെ വരാം.
അധിക പണ ചെലവ് തീർച്ചയായിട്ടും വരുന്ന ഒരു വാരമാണെന്നും പ്രത്യേകിച്ച് അതുകൊണ്ട് അല്പം പണമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, ആഡംബരങ്ങൾക്കായിട്ടുള്ള ചെലവ് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. എന്ന് മാത്രമല്ല നമ്മൾ ദൂരയാത്രകളൊക്കെ വരുന്നതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ഈ സെൽഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് റൈഡിംഗ് ആണെങ്കിൽ 2 വീലർ റൈഡിംഗ് ലോങ് ഡിസ്റ്റൻസസ് തൽക്കാലം വേണ്ട, രാത്രികാല സഞ്ചാരവും ഈ 2 വീലേഴ്സിൽ വേണ്ട എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. മനസ്സിന് ടെൻഷനുള്ള സമയമായതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ പലപ്പോഴും വ്യതിചലിച്ച് പോകുവാനും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ അതിൽ തെറ്റുപറ്റുവാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം വേണം. ബാധ്യതകളൊക്കെ ഉള്ളവർ ഇപ്പോൾ ചെയ്യേണ്ട മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ പ്രയാസങ്ങളും, ഈ സാമ്പത്തിക പ്രയാസങ്ങൾ മാത്രമല്ല മറ്റെല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോവും, അല്ലെങ്കിൽ അല്പം ഒന്ന് കുറഞ്ഞു കിട്ടും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനും കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വളരെ കാലത്തെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒരുപക്ഷെ നമ്മുടെ ഡ്രൈവ്, ഇനിഷ്യേറ്റീവ്, എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു കഴിവുള്ള രാശിക്കാരാണ്, ചാടി ഇറങ്ങാൻ കഴിവുള്ള രാശിക്കാരാണ്. പക്ഷേ കുറേ കാലമായിട്ടൊരു ആത്മവിശ്വാസക്കുറവ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. കാരണം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയായിട്ട് വരുന്നില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കാലത്തെ ഒരു പ്രധാന പ്രശ്നം. നമ്മളെന്ത് ചെയ്താൽ ശരിയാവും, അവരെന്താ വിചാരിക്കുക എന്നൊക്കെയുള്ള കൂടുതൽ തോട്ട്സ് മനസ്സിനെ പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയെ ഇൻഹിബിറ്റഡ് ആക്കും. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു മടി ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി കാലം ഒക്കെ അനുകൂലമായിട്ട് വരികയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇറങ്ങിക്കൊള്ളൂ. വ്യാഴൻ ശുഭസ്ഥാനത്തെത്തി എന്നുള്ളതാണ്. ശനിയും അതുപോലെ തന്നെ ശുഭസ്ഥാനത്തെത്തിയിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ ഒരു മാറ്റത്തിൻ്റെ ഒരു ധ്വനി കണ്ടു തുടങ്ങും. ഈ മാറ്റം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു, പ്രശ്നങ്ങളൊക്കെ കുറയുന്നു അല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിക്കുന്ന ഒരു കാലമാണ് ഈ വാരം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് ബ്രൈറ്റായിട്ട് വരും. ദൂരദേശത്തും വിദേശത്തും യാത്ര, അവിടെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ തരപ്പെടുന്ന ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങൾക്ക് വളരെ കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്കും തരക്കേടില്ലാത്ത സമയമാണ്. നോട്ട് എൻ എക്സലൻറ്റ് പീരീഡ്. അപ്പോൾ ജാതകത്തിൽ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, രാഹുദോഷം, ശനിദോഷം എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നല്ല വിവാഹബന്ധം തന്നെ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. സാമ്പത്തികമായിട്ടും ബാധ്യതകൾ കുറയ്ക്കുവാൻ, ബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളുക. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. ജന്മവ്യാഴൻ്റെ കാലം എന്ന് പറയും. അപ്പോൾ പൊതുവെ ഒരു ആത്മവിശ്വാസ കുറവൊക്കെ വരാം. അത് നമ്മളിറങ്ങിയിട്ട് കാര്യങ്ങളൊന്നൊക്കെ ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ വരുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ ഒരു പുതിയ കോഴ്സിന് ഇപ്പോൾ എൻജിനീയറിംഗ്, മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും, ഒരു ഫീൽഡായിരിക്കും, പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസ കുറവ് വരാം. ഇതങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ എന്ന് പോലും തോന്നാം. പക്ഷെ അങ്ങനെ ഒന്നും വിഷമിക്കരുത്. യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് ഇൻ എ വെരി ഗുഡ് വേ ആൻഡ് യു വിൽ കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ് എന്നുള്ളതാണ്. അതായത് നല്ലൊരു രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ജോലിയിൽ ചെറിയ പ്രയാസങ്ങൾ, ഓഫീസിൽ അഭിപ്രായ വ്യത്യാസം, കൊളീഗ്സിനെ കൊണ്ട് പ്രയാസം, അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീഷ്യൽസിനെ കൊണ്ട് ചില പ്രയാസമൊക്കെ വരാം. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, ദൂരെ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ അവിടെ തൊഴിൽ സ്ഥലത്ത് പല പ്രയാസങ്ങൾ അനുഭവപ്പെടാം. ജോലി അങ്ങോട്ട് മാറിയാൽ എന്താ എന്നൊക്കെ ഇങ്ങനെ തോന്നാം. പക്ഷേ ജോലി മാറരുത്. മാറിയാൽ പുതിയ ജോലി കിട്ടാൻ വിഷമമായിരിക്കും. ജോലി തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് കുറച്ച് കാലം മാറി നിൽക്കേണ്ട ഒരവസ്ഥ പോലും വരാം എന്നുള്ളതുകൊണ്ട് പുതിയ ജോലിക്കായിട്ട് തൽക്കാലം ശ്രമിക്കുന്നത് അത്ര നന്നായിരിക്കില്ല. പുതിയ ജോലി കിട്ടിയാൽ പോലും അവിടെ ചിലപ്പോൾ സർവീസ് കണ്ടീഷൻസ് മോർ ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പേയ്മെൻറ്റിന് ഡിലേ വരാം. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും വരുവാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് ജോലി മാറുന്നതിന് അത്ര നല്ല സമയമല്ല. അതുപോലെ പ്രണയ കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഓവർ സോഷ്യലൈസേഷൻ എന്ന് പറയുമല്ലോ, എല്ലാവരും ഒക്കെ ആയിട്ട് സൗഹൃദം, അതൊരു പരിധി കഴിയണ്ട. അതാണ് ഈ കാലത്ത് ഏറ്റവും നല്ലത്. വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് കാരണവസ്ഥാനീയരുടെ അനുവാദത്തോടുകൂടി വളരെയധികം അന്വേഷിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുത്താൽ മതി എന്നുള്ള കാര്യം അറിയുക. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസേൺഡ് എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ.
ഉണ്ടാവും. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ തന്നെ ചിലപ്പോൾ ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ വരും. ഈ പ്രയാസങ്ങളൊക്കെ നീക്കാം. ഈ പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ദർശനം നടത്തി ഒരു ദിവസം അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. കഴിയുമെങ്കിൽ ഒരു പാൽപ്പായസം നിവേദ്യമൊക്കെ കഴിപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം കൂടി ജപിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും ഒരു ഊർജ്ജസ്വലതയും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനുള്ളൊരു കഴിവും അത് വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഐശ്വര്യം ഉണ്ടാവും, സന്തോഷമായിരിക്കാം. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വസ്തു വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വസ്തു വാങ്ങുക, അവർക്ക് ചില അവസരങ്ങളൊക്കെ വന്നു ചേരും. ഈ അവസരങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിലായിരിക്കണം നമ്മൾ മനസ്സിരുത്തേണ്ടത്. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ കുറവാണ്, ഇനിയും അങ്ങോട്ട് കുറവായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അതിൽ വേണ്ട ഇനിഷ്യേറ്റീവ് എടുത്തോളൂ, കാര്യങ്ങൾ മുന്നോട്ട് പോകും. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ല എന്ന് പറയാം. വിവാഹാലോചനയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ചൊവ്വാദോഷമൊക്കെ ഉള്ളവർക്ക് വളരെയധികം കാലമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ വിവാഹം നടക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു മാറ്റം, വലിയ മാറ്റമല്ല, ചെറിയൊരു മാറ്റം ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ വലിയ മാറ്റം തന്നെ വന്നു ചേരും. അതായത് നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിത പങ്കാളി തന്നെ വന്നു ചേരാൻ ഭാഗ്യമുള്ള ഒരു സമയത്തിലേക്കാണ് യാത്ര എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശൈഥില്യങ്ങളൊക്കെ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. എന്നാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രയാസങ്ങൾ, വൈകാരികമായിട്ടുള്ള ടെൻഷൻസ്, ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി സ്ഥാനീയർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചില ടെൻഷൻസ്, അവരുടെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഇങ്ങനെയുള്ള ചില സാധ്യതകളൊക്കെ കാണുന്നു എന്നുള്ളതുകൊണ്ട് ഈ വാരം പരിഹാരത്തിന് കൂടുതൽ അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കേണ്ട വാരമാണെന്നറിയാം. അതിൽ ശിവക്ഷേത്ര ദർശനം അത്യാവശ്യമാണ്. ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ജലധാര നടത്തുക. 108 കലശം ജലധാരയുള്ള ക്ഷേത്രങ്ങളിൽ 108 കലശം ജലധാര നടത്തുക. ശിവാഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. ദേവീക്ഷേത്ര ദർശനവും ഉത്തമം, പ്രത്യേകിച്ച് തിങ്കളാഴ്ചകളിൽ. പിന്നെ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ ഓം ഹ്രീം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ. ഇത് 108 പ്രാവശ്യം ദിവസവും ജപിക്കുന്നതുകൊണ്ട് മഹാദേവൻ കൂടെ ഉണ്ടാകും. എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും നീക്കും എന്ന് മാത്രമല്ല വരുമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഒരുങ്ങി വരും. പഴയ ബാധ്യതയുള്ള ഒരു മഹാലക്ഷ്മി പ്രീതി കൂടി വരുത്തേണ്ടതാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക, ഓർത്തുകൊള്ളുക. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികളാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയാം. നമ്മുടെ കൂട്ടുകെട്ടെന്നൊക്കെ പറയുമല്ലോ, ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരു പരിധി വിടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ലീഗൽ കോംപ്ലിക്കേഷൻസ് വരെ വരാം. പഠനകാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ഒരു താല്പര്യക്കുറവ് വരാം. നമുക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ക്ലാസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുക അല്ലെങ്കിൽ പോകാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യം വരാം. ബുക്ക് എടുത്താൽ തന്നെ ശരീരത്തിന് ഒരു ക്ഷീണവും മടിയും ഒക്കെ വരുന്ന ഒരു സമയമാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയായിരിക്കും, ഇതൊക്കെ എന്നെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ, എനിക്കിത് എടുത്തത് തന്നെ ശരിയായില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാകും. ഭാവിയെക്കുറിച്ചൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഏറെ വരുന്നൊരു സമയമാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കും വിവാഹം കഴിഞ്ഞവർക്കും രണ്ടുപേർക്കും ഇത് വരാം. ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു തോന്നൽ വരുന്ന ഒരു സമയമാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഹെൽത്താണ്. ഇപ്പോൾ ഒരു പ്രായം കടന്നവർക്ക് 5-ാം വ്യാഴവട്ടം കടന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിനുള്ള ചാൻസസ് ഉണ്ട്. വീഴ്ച, മുറിവ് അതിനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ളതുകൊണ്ട് അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. പണച്ചെലവ് വളരെയധികം വർദ്ധിക്കാം. നമ്മൾ എന്തിനെങ്കിലും മാറ്റി വെച്ചിരുന്ന പണമൊക്കെ ചിലവായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പഴയ ബാധ്യതയുള്ളവർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചില പ്രയാസങ്ങൾ വരാം. എന്നാൽ എവിടെയെങ്കിലും കുറച്ച് പണം വരുന്നത് കൊണ്ട് പല പ്രയാസങ്ങൾക്കും കുറവ് അനുഭവപ്പെടും. സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ട കനകധാരാ സ്തോത്രം ജപിക്കുക. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം.
എന്ന് ആരംഭിക്കുന്ന ആ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. സാമ്പത്തിക പ്രയാസങ്ങൾ മഹാലക്ഷ്മി മാറ്റിത്തരും, കുറച്ച് തരും, അല്ല സംശയം വേണ്ട. ഈ മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ അഷ്ടലക്ഷ്മിയിൽ ഒരു ലക്ഷ്മി, ധനലക്ഷ്മി എന്ന് പറയും. അപ്പോൾ ആ ധനലക്ഷ്മിയുടെ പ്രീതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കനകധാര സ്തോത്രം ജപിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. കുടുംബത്തിന് ഐശ്വര്യം വരും, സന്തോഷമായിരിക്കും. കന്യരാശി ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. യാത്രകൾ കൂടുതൽ വരാം, അലച്ചിൽ വരാം, ശരീരത്തിന് അല്പം ക്ലേശം ഇതുകൊണ്ട് തന്നെ വരാം. ഹൈ കോൺടാക്ട്സ് ഉള്ളവർ അവർ വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ പുരോഗതി, ജോലിയിലെ പുരോഗതി ഒക്കെ വരാം. എന്നാൽ ഈ ഹൈ കോൺടാക്ട്സ് വേണ്ട രീതിയിൽ നമുക്ക് അനുകൂലമാക്കി എടുക്കുവാനായിട്ട് പ്രാർത്ഥന വേണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു നിസ്സംഗത, അവർ വലിയ താല്പര്യം കാണിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്കൊരു നിരാശ വരാം. കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ശരിയായിട്ടില്ല അല്ലെങ്കിൽ ശരിയാകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാം. ബിസിനസ്സിലൊക്കെ ഒരു സ്റ്റാഗ്നേഷൻ, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകാം. പലപ്പോഴും പല ലോൺ റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കൊടുക്കാനുള്ളതൊക്കെ മനസ്സിനേറെ ക്ലേശവും ടെൻഷനും വരുത്തുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് സന്തതി ഉണ്ടാവുകയോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഐശ്വര്യം വരികയോ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച, ഇതിനൊക്കെ സാധ്യതയുള്ള സമയം തന്നെയാണ്. പക്ഷേ അതിൽ പോലും അല്പം ഒരു ടെൻഷൻ ഉണ്ടായിട്ടായിരിക്കും നേട്ടങ്ങൾ വരിക. അതൊരു വലിയ ടെൻഷനൊക്കെ കഴിഞ്ഞ് ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് നേട്ടങ്ങൾ വരിക എന്നുള്ളതുകൊണ്ട് ടെൻഷൻ കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പഠിക്കാനുള്ള താല്പര്യമേ കുറയുന്ന ഒരു സമയമാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ഈ ശ്ലോകം ഭക്തിപൂർവ്വം 9 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ദേവി കൂടെ ഉണ്ടാവും. യുക്തിസഹമായിട്ട് സംസാരിക്കുവാനും കാര്യങ്ങൾ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. ഈ പ്രാർത്ഥന കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. പല കാര്യങ്ങളും ഒന്നനുകൂലമായിട്ട് വരുന്നതായിട്ട് തോന്നുക എന്നുള്ളതാണ്. കുറേ കാലമായിട്ട് എല്ലാം തടസ്സമാണ്. നമ്മൾ അങ്ങോട്ട് ശ്രമിച്ചാലും ഒരു മറുപടി ഉണ്ടാവില്ല. വിവാഹ കാര്യങ്ങളിൽ ഇങ്ങോട്ട് വന്ന വിവാഹത്തിന് തന്നെ പിന്നെ അവിടുന്ന് ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്താലും അവർ വലിയ താല്പര്യം കാണിക്കണം എന്നില്ല. നമ്മളെക്കാൾ കുറഞ്ഞ ആൾക്കാർ പോലും നമ്മളെ അത്ര അങ്ങോട്ട് സഹായിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ വന്നിരുന്ന ഒരു കാലത്തിന് മാറ്റം വരുന്ന ഒരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വിവാഹാലോചനയൊക്കെ വരും. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ വിവാഹമൊന്നും നടക്കാതെ ഇങ്ങനെ അല്പം ഒന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത സമയമാണ്. വിവാഹാലോചനകളൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. നല്ല വിവാഹ ബന്ധം തന്നെ വരാനുള്ള യോഗമുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഒരു ഭാഗ്യവും കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ പൊതുവേ ഒരു അനുകൂല ഭാവം എല്ലാ കാര്യത്തിലും വരുന്നതായിട്ടുള്ളൊരു സൂചന ലഭിച്ചു തുടങ്ങും. അല്പ വരുമാന വർധനവിനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പല കാര്യങ്ങളും ചിന്തിക്കും. വസ്തു വാങ്ങിയാൽ എന്ത്, വാഹനം വാങ്ങിയാൽ എന്ത്, വാഹനമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ എന്ത്, ഇങ്ങനെയൊക്കെയുള്ള പല തോന്നലും വന്നു ചേരുന്ന ഒരു സമയമാണ്. എന്തായാലും ലക്ഷറിക്ക് വേണ്ടിയിട്ട്, ആഡംബരത്തിന് വേണ്ടിയിട്ട് അധികം പണം ചിലവാക്കേണ്ട കാര്യമില്ല. കാരണം ചില അത്യാവശ്യങ്ങൾ വരാം. പഴയ ബാധ്യതകളുള്ളവർക്ക് അതിൽ ചിലപ്പോൾ ഒന്ന് കുറയ്ക്കാനായിട്ട് കുറേ പണം അത്യാവശ്യം വേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആഡംബരങ്ങൾ ഒഴിവാക്കുക. ഔട്ടിംഗ് ഒന്നും തൽക്കാലം വേണ്ട. അധികം അതിനുവേണ്ടി പണം ചിലവാക്കുക അതൊന്നും തൽക്കാലം ഈ വാരം വേണ്ട. മറ്റൊരവസരത്തിലേക്ക് അതൊക്കെ മാറ്റിവെക്കാം. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ മഹാഗണപതിയെ ദിവസവും വണങ്ങുക. ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നു മാത്രമല്ല കുടുംബത്തിന് സമാധാനവും ഐശ്വര്യവും ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനീഴം തൃക്കേട്ട. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചിലതൊക്കെ അവിചാരിതമായിട്ട് തടസ്സം വരുന്നതായിട്ട് തോന്നാം എന്നുള്ളതാണ്. അപ്പോൾ ഈ തടസ്സം വരുന്നതുകൊണ്ട് നമ്മുടെ ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടുന്നുള്ളതാണ്. ഇപ്പം എന്തായത് ശരിയാകാത്ത, നമ്മൾ ശരിയാവുമെന്ന് വിചാരിച്ചെന്നാണല്ലോ, നമ്മളെ സഹായിക്കുന്നതാണല്ലോ പറഞ്ഞിരുന്ന എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ആ സഹായമൊന്നും വേണ്ട സമയത്ത് വരണമെന്നില്ല.
അപ്പോൾ നമുക്ക് അവരോടൊരു നീരസവും വരാം. കുടുംബത്തിനകത്ത് തന്നെ പലരും ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരതങ്ങ് മറന്നു പോകും. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരത് അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അവരോടൊരു അകൽച്ച വരാം. അങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ ഒരു അകൽച്ച, ഒരു ശൈഥില്യം, ഇതൊക്കെ വരുവാനുള്ള സാധ്യത ഏറെയാണ്. സ്വന്തം കുട്ടികൾ പോലും നമ്മളെന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ടുള്ളൊരു മനസ്താപം, മനസ്സിന് വിഷമമൊക്കെ വരുന്ന ഒരു സമയമാണെന്ന് അറിഞ്ഞോളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ടെൻഷൻ വേണ്ട, അത് താൽക്കാലികം മാത്രമാണ്. അതൊക്കെ അങ്ങോട്ട് മാറും. ഒരു പ്രായം കടന്നവർക്ക്, 5-ാം വ്യാഴവട്ടം കടന്നവരെന്നൊക്കെ പറയും, 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഒരു ഏകാന്തത അനുഭവപ്പെടും. അപ്പോൾ എല്ലാവരും ചോദിക്കും അതെല്ലാവർക്കും അനുഭവപ്പെടുന്നതല്ല. പലരും 60 വയസ്സ് കഴിയുമ്പോഴാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അവർ പല പല പൊതുകാര്യങ്ങളിലും ഒക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആ പ്രായത്തിലാണ്. പക്ഷേ ഈ രാശിയിൽ ജനിച്ചവർക്ക്, ഈ 5-ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്ക് ചില പ്രയാസങ്ങൾ, ഏകാന്തത, കുടുംബത്തിലെന്തോ നമ്മളെ എല്ലാവരും അവഗണിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഒക്കെ വരുന്ന ഒരു സമയമാണ്. അതൊന്ന് പ്രത്യേകം അറിഞ്ഞോളൂ. പിന്നെ അകാരണമായിട്ടുള്ള ഒരു ഭീതി, ഭയം ഒക്കെ വരാം. അതായത് ഇപ്പോൾ വളരെ ആരോഗ്യമായിട്ടിരിക്കുന്നവർ, ആരോഗ്യമൊക്കെ പോവോ, എന്താ ഇപ്പോൾ സംഭവിക്കുക എന്നൊക്കെയുള്ളൊരു തോന്നൽ മനസ്സിൽ വരും എന്നുള്ളതാണ്. ഉറക്കം അങ്ങോട്ട് ശരിയാവില്ല. അതായത് ഉറങ്ങിക്കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ടെൻഷൻ, ഇടയ്ക്ക് ഉണരുക, പകൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ശരീരത്തിന് ക്ഷീണം. അതൊക്കെ ഈ ശനിയുടെ ഒരു സ്ഥിതി കാരണം വരുന്നതാണ്. സാരമില്ല, അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും കേട്ടോ. അപ്പോൾ ഇപ്പം ചെയ്യേണ്ട കാര്യം, ശനിയാഴ്ച വ്രതമെടുക്കുക, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് നമ്മൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. ദിവസവും ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. നീലാഞ്ജന സമാഭാസം എന്നും ഒരു വേരിയേഷനുണ്ട്. അത് രണ്ടും ആകാവുന്നതാണ്. ജപിച്ചോളൂ. ഭഗവാൻ കൂടെ ഉണ്ടാവും, ശനീശ്വരൻ കൂടെ ഉണ്ടാവും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കും, മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യും. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വ്യാഴൻ്റെ സഞ്ചാരം വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. അത് നമ്മൾ പറയാറ് വിവാഹം, ഫോറിൻ അഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശബന്ധം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വിദേശബന്ധത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദേശത്ത് നിന്ന് വിവാഹാലോചനകൾ വരാം. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ജോലിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരാം. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കാം. വിദേശത്ത് നിന്ന് പണം വരാനുള്ള ഭാഗ്യം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയം ആരംഭിക്കുകയാണ്. ഉടനെ തന്നെ വിദേശത്തു നിന്നെല്ലാം കിട്ടുന്നുള്ളതല്ല. അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ വരും. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എത്ര നല്ല സമയം വന്നാലും കുട്ടി പഠിക്കാണ്ട് എക്സാം ജയിക്കില്ല എന്ന് പറയുന്ന പോലെ. അതായത് ഇപ്പോൾ നല്ല സമയം വരുമ്പോൾ 5 മാർക്സ് കിട്ടിയിട്ട് ഫെയിലാകുന്ന കുട്ടി നല്ല സമയമാണെങ്കിൽ ഒരു പക്ഷേ 6 മാർക്സ് കിട്ടിയായിരിക്കും ഫെയിലാവുന്നത്, പഠിച്ചില്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നമുക്ക് അതാണ് അത്യാവശ്യം. ഇപ്പോൾ നന്നായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമൊക്കെ വരാം. പ്രണയിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. പഴയ ബന്ധങ്ങളൊക്കെ നമുക്കൊന്ന് പുതുക്കുവാൻ തോന്നും. അതായത് നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പ്, കോളേജിലും സ്കൂളിലും ഒക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത്, അത് മനസ്സിന് സന്തോഷം പകരുമെന്ന് മാത്രമല്ല ഊർജ്ജസ്വലത നൽകുകയും ചെയ്യും. കുറേ കാലമായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് കാരണം ഈ ഡ്രൈവും ഒരു ഇനിഷ്യേറ്റീവും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങോട്ട് ലഭിക്കാനായിട്ട് ഈ പഴയ കൂട്ടുകാർ വളരെയധികം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. തരക്കേടില്ലാത്തൊരു ജോലി, വരുമാനത്തിനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തരം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. അതുപോലെ തന്നെ ഗണേശ സ്തോത്രം ജപിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലായാൽ ഏറെ നല്ലത്. ഗണപതിയുടെ മുന്നിൽ നിന്ന് ജപിക്കാം. അടുത്ത ക്ഷേത്രത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ശനിപ്രീതി കൂടി വരുത്തിക്കോളൂ. എല്ലാ കാര്യങ്ങളും ആദ്യം ഒരു തടസ്സം വന്നിട്ടായിരിക്കും ചെറിയ നേട്ടങ്ങൾ വരിക. ആ തടസ്സം അങ്ങോട്ട് നീക്കുവാനായിട്ട് ശനിപ്രീതി, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിരിക്കാം. മകരം രാശി, ഉത്രാടം അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
കുടുംബത്തിൽ ഒരു സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടായിരുന്നതിൽ ഒരു ചെറിയ കുറവ് വരുന്നില്ലേ എന്ന് തോന്നാം. കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ടെൻഷൻ വരാം. അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ സന്തതിയുടെ കുടുംബത്തിൽ ഹസ്ബൻഡിനോ വൈഫിനോ കുട്ടികൾക്കോ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നതുകൊണ്ട് മനസ്സമാധാനം കുറയുവാനും നഷ്ടപ്പെടുവാനുമുള്ള സാധ്യത ഉണ്ട്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ ഈ ജോയിൻസിനൊക്കെയുള്ള ചെറിയ പ്രയാസവും ഈ തലവേദന, മൈഗ്രെയിൻ പോസിബിലിറ്റി, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഒക്കെ കാരണം ഹൈ ഇറിറ്റബിലിറ്റി ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ കാര്യം കേട്ട് കഴിഞ്ഞാൽ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ട് കലഹസാധ്യത ഏറെ ഉണ്ടാകുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. ഓഫീസിലായാലും ഗൃഹത്തിലായാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സംയമനം പാലിക്കുവാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലും നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ട്രെയിനിങ് കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പറയും, നമ്മൾ എപ്പോഴാണോ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും പറയാൻ കൗണ്ട് ഫ്രം നമ്പർ 1 2 3 മനസ്സിലിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു 5 ആകുമ്പോൾ നമ്മുടെ പ്രതികരണം ഒന്ന് സോഫ്റ്റ് ഉണ്ടാവും. ഇത് തന്നെയാണ് പണ്ട് ആചാര്യന്മാർ പറഞ്ഞിരുന്നത്. നമുക്കെന്തെങ്കിലും ശക്തമായിട്ട് പ്രതികരിക്കാൻ തോന്നുമ്പോൾ വീട്ടിനകത്ത് ഹരേ രാമ മനസ്സിൽ പറഞ്ഞോളൂ. ആ പ്രതികരണം നമുക്ക് നിയന്ത്രണ വിധേയമാകും. അതുകൊണ്ട് നമുക്ക് നേട്ടമേ ഉള്ളൂ. നമ്മുടെ പ്രതികരണം സോഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സ് സോഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ ബെറ്റർ ഹെൽത്ത്, ഫിസിക്കലായാലും മെൻ്റലായാലും ബെറ്റർ ഹെൽത്ത് നമുക്കാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോവുക. സമാധാനത്തിനായിട്ട് ജപം നല്ലതാണ്. നാരായണീയ പാരായണം നടത്തിക്കൊള്ളൂ. ശ്രീരാമ അവതാരവർണ്ണനം ഭാഗം മനസ്സിന് നല്ല സമാധാനം ലഭിക്കും. നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സൊക്കെ ബെറ്ററാവും. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ചൊവ്വയുടെ ഒരു സ്ഥിതിയൊക്കെ നോക്കുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചെറിയ വീഴ്ച, മുറിവ്, ഒരു മൈൽഡ് കട്ട് ആൻഡ് വൂണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഓപ്പറേഷനോ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുടെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് നമ്മുടെ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദൂരയാത്രയൊക്കെ കുറയ്ക്കുക. പ്രത്യേകിച്ച് രാത്രികാല സഞ്ചാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു പ്രായം കടന്നവർ, അതായത് 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ, 5-ാം വ്യാഴവട്ടം എന്നാണ് അതിനെ പറയുക, കഴിഞ്ഞവർ 5-ാം വ്യാഴവട്ടം കഴിഞ്ഞവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ പൊതുസ്ഥലത്തൊന്നും പറയാണ്ടിരിക്കുക. മൗനം വിദ്വാന് ഭൂഷണം എന്നുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും, ഇപ്പോൾ രാഷ്ട്രീയമായാലും നമ്മുടെ സുപ്പീരിയർ ഒഫീഷ്യൽസിനെ കുറിച്ചായാലും കൊളീഗ്സിനെ കുറിച്ചായാലും ഒരു അഭിപ്രായം പറയാതെ പുഞ്ചിരിയോടുകൂടി അവിടെ ഇരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ചില മെച്ചം ഉണ്ടാവും. സാമ്പത്തികമായിട്ട് ചെറിയ നേട്ടങ്ങളുടെ സാധ്യതയൊക്കെ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാനായിട്ട് ദിവസവും ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ അല്ലെങ്കിൽ ശ്രീ വിഘ്നേശ്വര അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. അപ്പോൾ തടസ്സങ്ങൾ നീങ്ങും. ഇപ്പോൾ നമുക്ക് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ ഫലിക്കുകയും ചെയ്യും ഈ പ്രാർത്ഥന കൊണ്ട്. ശിവക്ഷേത്രത്തിൽ ജലധാര കൂടി നടത്തിക്കൊള്ളുക ആരോഗ്യം മെച്ചമാക്കുവാൻ ഏറെ നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞ് മുന്നോട്ട് പോയിക്കോളൂ. അതുകൊണ്ട് മനസ്സിന് സമാധാനം കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനും കഴിയും. കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനുള്ളൊരു സാഹചര്യവും ഒരുങ്ങും. സന്തോഷമായിട്ടിരുന്നു. മീനം രാശി പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പണമൊക്കെ ആവശ്യത്തിന് വരും. ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ നേട്ടങ്ങളൊക്കെ വരുന്ന ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ചിട്ടി കിട്ടുന്നുള്ള അല്ല, അതുകൊണ്ടുള്ള സൂചന. അതിലൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ. അല്ലെങ്കിൽ ലൈസൻസ്, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വരാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ്. പുതിയ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങും. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നു ചേരാൻ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അതിന് ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വരാം. ഓഫീസിൽ ചിലരുടെ സഹായം ലഭിക്കുവാനുള്ള ഭാഗ്യം, ഒരു ചെറിയ വരുമാന മാർഗമെങ്കിലും ലഭിക്കുവാനുള്ള യോഗം. ബിസിനസ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രോഗ്രസ് ദൃശ്യമാകും എന്നുള്ളതാണ്. നമ്മൾ അധിക പണച്ചെലവുണ്ടാകും, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ബിസിനസ്സിൽ നമുക്കൊരു പ്രോഗ്രസ് ദൃശ്യമാകും. ദൂരസ്ഥലത്ത് യാത്ര, അലച്ചിൽ, അല്പം ധനനഷ്ടം ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒരു പ്രായം കടന്നവർ ഈ ചെറിയ വീഴ്ച, മുറിവ് അതിനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ചലനത്തിലൊരു ശ്രദ്ധ വേണം. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒന്നും വേണ്ട തൽക്കാലത്തേക്ക്. ചൊവ്വയുടെ ഒരു സ്ഥിതി ഒക്കെ നോക്കുമ്പോൾ
അങ്ങനെയുള്ള ഒരു കലഹം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ റൈഡിങ് ഡ്രൈവിങ് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. പ്രയാസങ്ങൾ നീക്കുവാനായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. കാലത്തെ ഭദ്രമാക്കുന്നവളാരോ ഉള്ളതാണ് ഭദ്രകാളി എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, ഭദ്രകാളി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുള്ളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നു മാത്രമല്ല, കുടുംബത്തിന് ഐശ്വര്യവും വരും, വരുമാനവും വർദ്ധിക്കും. മറ്റു പല പ്രയാസങ്ങളും ഇവിടെ സൂചിപ്പിച്ചു, അതും കുറയും അല്ലെങ്കിൽ മാറും. സംശയം വേണ്ട, എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മെയിൽസിന് ഫ്രീ റിപ്ലൈ ഈ പ്രോഗ്രാം വഴി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സ്പെസിഫിക് ആയിരിക്കണം ചോദ്യം. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, വിവാഹമോ സാമ്പത്തിക സ്ഥിതിയോ എഡ്യൂക്കേഷനോ എന്താണോ അറിയേണ്ടത് അതിനെക്കുറിച്ചുള്ള ചോദ്യമായിരിക്കണം. അത് ജ്യോതിഷ ഒരു വിശകലനം നടത്തി അതിനുള്ള മറുപടിയും പരിഹാരങ്ങളും ഈ പ്രോഗ്രാമിലൂടെ തന്നെ നൽകും. വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളായിരിക്കും. പണച്ചെലവ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സന്തോഷമായിരിക്കാം. ഇനി മെയിൽസിലേക്ക് കിടക്കുകയാണ്. മിസ്റ്റർ വർദ്ധമാൻ സാഹ എന്നാണ് പേര്. ചിക്കമഗലൂരിൽ നിന്നാണ്. ധാരാളം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വരുന്നുണ്ട്. കാരണം പലരും പറയുന്നത് കേരളത്തിന് പുറത്ത് ജ്യോത്സ്യന്മാരെ കാണാൻ കഴിയുന്നില്ല, വെരി എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അതാണ് ശ്രീ വർദ്ധമാൻ സാഹയും പറഞ്ഞിട്ടുള്ള ചിക്കമഗലൂരിൽ നിന്ന്. സീയിങ് എ ഗുഡ് അസ്ട്രോളജർ മീൻസ് ഇറ്റ് ഈസ് a business of thousands and thousands, not even thousands, it is something more than that. So please give a reply to my questions എന്നാണ് പറഞ്ഞിരിക്കുന്നത്. My Rashi is Vrichika എന്നാണ് പറഞ്ഞിട്ടുള്ളത്. You have said that your Rashi is Vrichika. I have checked and your Rashi is definitely Vrichika and your Nakshatram is Anuradha or Anusham. Your Nakshatram is Anuradha or Anusham or Aniram. And the question is this: I'm doing business provision store and is not going on well. What am I to do? Business is not going on well. I'm 50, so I cannot change over to some new business because this is the business which I know. And what am I to do as it is not going on well? Your Rashi is Vrishigam, and so you're not running a very good period now for the income flow. There will be some obstructions and all that, but there is no cause for worry. You are going to have an excellent period after some time. After some time, you are going to have an excellent period. Actually, you can diversify your business a little because food items are very good for you astrologically. So along with the provision store, you can introduce something, some snacks or coffee, tea or something like that, and you are going to be a success and you will be elevated to a higher position next year. That is 2026. By the end of 2026, you will find yourself in a financially better position, no doubt about it. For that, you have to do something creative. For that, what you have to do is that diversify your business. Food items are indicated, snacks or coffee, tea, something can be introduced and you are going to be a success in that field. Be confident and happy. Next is Miss Divya Iyer Dindugal. Miss Divya Iyer Dindugal. I am Rishabha Rashi and I am 38 years old. Rishabha Rashi and 38 years old. According to the time that you have given, your Nakshatram is Rohini. When is my marriage? I am with an MNC. 2 times my marriage was fixed, but it did not materialize. Due to some reason or other which is not known to me, there was a breakup. I don't know the reason. 3 years back, we were talking and we had a nice time. In fact, we could comprehend each other very well. That is what I felt, but that also did not materialize. Somebody in between is playing, I many times felt. That is what Miss Divya is saying. Don't worry, Divya. Now, your Nakshatram is Rohini and your Rashi is Rishabha Rashi. You are not running a good period at all. Now the times have changed and you are running a good period. It has just started. So, in order to make it better, it will take some more time. But your marriage is likely to be fixed this year itself, in the year 2025 itself, either by the end of 2025 or in the first 3 months of 2026, you are going to get married.
marriage. Shukra is very strong, and so he's likely to be very good looking, and more than that he might be artistic, or he will have something to do with the medical field, either a doctor or something like that, a pharmaceutical distributor, or something like that. Something connected with the medical industry is also indicated, and you'll have a very good marriage, no doubt about it. You'll have a very good marriage, and you are going to go very well. Past is past. Don't think about the past and be hesitant. Now you can try for a marriage, and you'll get a very good marriage. And you have mentioned again, Ms. Divya, that I don't get an astrologer here. That is the reason why I'm writing. Please give me an answer. I have already given an answer. You can observe Monday Vridam and chant Shiva Parvati Stotram. All obstacles will just go away, and you'll get a very good marriage. Be happy and confident. Miss Minnie Thomas Kadakil, Tiruvona Nakshatram, and some cash was lost. Tiruvona Nakshatram, cash loss ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് ഫുഡ് ഐറ്റംസിലായിരുന്നു. എന്തോ കാരണം കൊണ്ട് എൻ്റെ ഞാൻ ഉണ്ടാക്കിയിരുന്ന പല ഫുഡ് ഐറ്റംസും എല്ലാവരും കോംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, എല്ലാം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. വലിയ വിഷമം തോന്നുന്നു. എല്ലാവരും എന്നെ കുറ്റം പറയുന്നു. എന്താ എൻ്റെ ബിസിനസ് നന്നാവുമോ, എന്താ ഇങ്ങനെ വരാൻ കാരണം? വളരെ കാലമായിട്ട് ഞാൻ ഈ ബിസിനസ് നടത്തുകയാണ്. തിരുവോണ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ തിരുവോണ നക്ഷത്രത്തിന് ഇപ്പോൾ അത്ര ശുഭമായിട്ടുള്ളൊരു സമയമല്ല. അതാണ് വളരെ നല്ലൊരു സമയം വരുന്നുണ്ട്. ഏതാനും മാസം കൂടി കാത്തിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് മിസ് മിനി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഫുഡ് ബിസിനസ് വളരെ നല്ലതാണ്. പിന്നെ ഒരു ബിസിനസ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, സ്റ്റിച്ചിങ്. കലയുമായിട്ട് ബന്ധം കാണുന്നു. കല എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ഒരു കലയാണല്ലോ, കുക്കിംഗ് ഒരു കലയാണ്. അപ്പോൾ ആ രംഗത്ത് തന്നെ തുടർന്നാൽ മതി. യു വിൽ ഹാവ് എ വെരി നൈസ് ടൈം ഇൻ ഫ്യൂച്ചർ, ആൻഡ് യു ആർ ഗോയിങ് ടു ബിൽഡ് അപ്പ് യുവർ ബിസിനസ് ലൈക്ക് എനിത്തിങ്, ആൻഡ് യു വിൽ ഡൈവേഴ്സിഫൈ യുവർ ബിസിനസ്, ആൻഡ് യു വിൽ നല്ലൊരു സ്ഥാനത്ത് തന്നെ എത്തും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിലും സംശയം വേണ്ട. ഇപ്പോഴത്തെ ആ ഒരു വിഷമമൊക്കെ മാറ്റി വെച്ചോളൂ കേട്ടോ. ആ പഴയ ചുണയൊക്കെ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ശ്രീ ഷാർഗധരൻ വഴുതക്കാട് നിന്നാണ്. മകൻ തിരുവാതിര +2 ഏത് ഫീൽഡാണ് നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുവാതിര നക്ഷത്രമാണ്. അപ്പോൾ കണ്ടകശനിയൊക്കെയാണ്. ഇപ്പോൾ പഠിത്തം അത്ര അങ്ങോട്ടൊരു നല്ല നിലയിൽ വരില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ഒരു തടസ്സം വരും. പഠിക്കാനൊരു താല്പര്യം കുറയും. പഠിക്കുവാനൊരു താല്പര്യം കുറയും. ശരീരത്തിനൊരു ക്ഷീണമൊക്കെ വരാം എന്നുള്ളതാണ്. മടി ഏറെ വരുന്നൊരു സമയമാണ് മകന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് വലിയ സിലബസൊക്കെയുള്ള കോഴ്സസ് ചേരില്ല തൽക്കാലം. ധാരാളം പഠിക്കാനുള്ളൊരു കോഴ്സ് ചേരില്ല. കാരണം ഇരുന്ന് പഠിക്കാനുള്ളൊരു കഴിവ് തൽക്കാലം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്ലൈഡ് കോഴ്സസ് ആയിരിക്കും നല്ലത്. അപ്ലൈഡ് കോഴ്സസിൽ വിജയത്തിലെത്താനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അത് ആ ഒരു ഫീൽഡിൽ അത് എന്താ പാരാമെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫ്യൂഷൻ ടെക്നോളജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മെഡിക്കൽ ടെക്നോളജിയിൽ ഡിപ്ലോമ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അത് പ്രത്യേകിച്ച് വൈദ്യരംഗവുമായിട്ട് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡിൽ ഷൈൻ ചെയ്യാനുള്ള യോഗമുണ്ട്. പിന്നെ കല, സ്പോർട്സ് അതിലൊക്കെ താല്പര്യം കാണുന്നു. സ്പോർട്സിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്പോർട്സ് കോട്ടയിൽ തന്നെ എൻട്രിക്കുള്ളൊരു ഭാഗ്യമുണ്ട്. കലയോ സ്പോർട്സോ ഒക്കെ ഇതിനകത്ത് പ്രകടമായിട്ട് കാണുന്നുണ്ട്. ഏതായാലും കുട്ടിക്ക് നല്ല ഭാവിയുണ്ട്. ഇപ്പോഴത്തെ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രയാസമാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ടതൊന്നും തന്നെയില്ല. സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാൻ മറക്കണ്ട. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.